ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കേരള ഹിന്ദി ക്വസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് എക്സാം പേപ്പർ 1-ലെ കമ്മ്യൂണിക്കേഷൻ ടോപ്പിക്കാണ്. ഓൾറെഡി നമ്മുടെ ചാനലിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. യൂഷ്വലി കമ്മ്യൂണിക്കേഷൻ്റെ യൂണിറ്റിൽ നിന്നും എല്ലാ വർഷവും 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റ് നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? എന്താണ് കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നു, അപ്പോൾ അവൻ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. വേറൊരു കേസ് നോക്കുകയാണെങ്കിൽ, ടീച്ചേഴ്സ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു, കുട്ടികളത് മനസ്സിലാക്കിയെടുക്കുന്നു. അതും അല്ലെങ്കിൽ പാരൻ്റ് ഒരു കുട്ടിക്ക് നിർദ്ദേശം കൊടുക്കുന്നു, അവൻ ആ കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നു. ഈ എല്ലാ സിറ്റുവേഷനിലും നടക്കുന്ന എന്താണ്? കമ്മ്യൂണിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഷെയറിങ് ഇൻഫർമേഷൻസ്, ഐഡിയാസ്, തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതായത് ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു ലോകം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല അല്ലേ? അതായത് സ്കൂളിൽ, കോളേജിൽ, ഓഫീസിൽ, വീട്ടിൽ, സോഷ്യൽ മീഡിയയിൽ, അങ്ങനെ എല്ലായിടത്തും കമ്മ്യൂണിക്കേഷനുണ്ട്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കിൻ്റെ ഒറിജിൻ എവിടുന്നാന്ന് നോക്കാം. UGC നെറ്റിൽ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണത്. കമ്മ്യൂണിക്കേഷൻ എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിലെ കമ്മ്യൂണിസ് എന്ന വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ കമ്മ്യൂണിസിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ കോമൺ ആക്കുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക, അതായത് ഒരു ആശയം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുക. അതുകൊണ്ടാണ് എന്താണ് കമ്മ്യൂണിക്കേഷൻ വന്നിരിക്കുന്നത് കമ്മ്യൂണിസ് എന്ന വാക്കിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു MCQ നോക്കാം. കമ്മ്യൂണിക്കേഷൻ എന്ന വാക്ക് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്? A കമ്മ്യൂൺ, B കമ്മ്യൂണിസ്, C കമ്മ്യൂണിക്കേഷൻ, D കമ്മ്യൂണിറ്റി. ആൻസർ ഓപ്ഷൻ B കമ്മ്യൂണിസ്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ആസ് എ 2-way പ്രോസസ്സ്. അതായത് 2 വഴിയുള്ളൊരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തി മെസ്സേജ് അയക്കുന്നു, മറ്റൊരു വ്യക്തി അത് സ്വീകരിക്കുന്നു, പിന്നീട് ഫീഡ്ബാക്ക് നൽകുന്നു. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഫോർ എക്സാമ്പിളായിട്ട് ഒരു ടീച്ചർ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ? അപ്പോൾ സ്റ്റുഡൻറ്റ് റിപ്ലൈ പറയുകയാണെന്താണ്? ന്യൂഡൽഹി. ഇവിടെ ഫീഡ്ബാക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ എന്താണ്? കംപ്ലീറ്റ് ആണെന്ന് പറയാം. സെക്കൻഡ് വൺ, കമ്മ്യൂണിക്കേഷൻ ഇസ് കണ്ടിന്യൂസ്. അതായത് കമ്മ്യൂണിക്കേഷൻ എന്താണ്? നിരന്തരം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. തേർഡ് വൺ, കമ്മ്യൂണിക്കേഷൻ ഇസ് ഡൈനാമിക്. അതായത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ മാറിക്കൊണ്ടിരിക്കും. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർത്ത് വൺ, കമ്മ്യൂണിക്കേഷൻ ഇസ് ഗോൾ ഓറിയൻറ്റഡ്. അതായത് എല്ലാ കമ്മ്യൂണിക്കേഷനും ഒരു ലക്ഷ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻഫർമേഷൻ നൽകുക, ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, ഇൻഫ്ലുവൻസ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, അങ്ങനെ ഓരോ കമ്മ്യൂണിക്കേഷനും ഗോൾ ഓറിയൻറ്റഡ് ആണ്. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്തിനാണ്? ഇൻഫർമേഷൻ നൽകാൻ, അതായത് വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറാൻ, നോളജ് ഷെയർ ചെയ്യാൻ, അറിവ് പങ്കുവയ്ക്കാൻ, മോട്ടിവേഷൻ നൽകാൻ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ, ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കാൻ, ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സഹായിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കാണ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നെറ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ചില കമ്പോണൻസ് അത്യാവശ്യമാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ സെൻഡർ ആണ്, അതായത് മെസ്സേജ് അയക്കുന്ന വ്യക്തി. ഫോർ എക്സാമ്പിൾ ടീച്ചർ. സെക്കൻഡ് വൺ മെസ്സേജ് ആണ്, അയക്കുന്ന ആ ഒരു വിവരം. ഫോർ എക്സാമ്പിളായിട്ട് ഒരു ലെസൺ. തേർഡ് വൺ ചാനലാണ്, മെസ്സേജ് പോകുന്ന ആ ഒരു മാർഗം. എക്സാമ്പിൾ സ്പീച്ച് ആവാം, ഫോൺ ആവാം, ഇമെയിൽ ആവാം, വാട്സാപ്പ് ആവാം, ടെലിവിഷൻ ആവാം. ഫോർത്ത് വൺ റിസീവർ, മെസ്സേജ് സ്വീകരിക്കുന്ന വ്യക്തി. ഫോർ എക്സാമ്പിളായിട്ട് സ്റ്റുഡൻറ്റ്. ഫിഫ്ത്ത് വൺ ഫീഡ്ബാക്ക് ആണ്, റിസീവർ നൽകുന്ന പ്രതികരണം. ഫോർ എക്സാമ്പിൾ ആൻസർ ആവാം, റിപ്ലൈ, റിയാക്ഷൻ. ഇതിൻ്റെ ഒരു ഡയഗ്രാം നോക്കുകയാണെങ്കിൽ, സെൻഡറിൽ നിന്നുള്ള മെസ്സേജ് ചാനൽ വഴി റിസീവറിലേക്ക് എത്തുന്നു, അവിടുന്ന് ഫീഡ്ബാക്ക് കിട്ടുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിളായിട്ട് ടീച്ചർ ക്ലാസ്സിൽ പറയാണ്, ഫോട്ടോസിന്തസിസ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് മേക്ക് ഫുഡ്.
ഇവിടെ ടീച്ചറാണ് സെൻഡർ എന്ന് പറയുന്നത്. ഈ ഒരു സെൻറ്റൻസ്, അതായത് ഫോട്ടോസിന്തസിസ് വഴിയാണ് പ്ലാന്റ്സ് ഫുഡ് മേക്ക് ചെയ്യുന്നത്, ഈ ഒരു സെൻറ്റൻസാണ് അവിടുത്തെ മെസ്സേജ്. ക്ലാസ് റൂമിൽ ടീച്ചിങ്, അതായത് ടീച്ചർ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതാണ് അവിടുത്തെ ചാനൽ. സ്റ്റുഡൻസ് ആണ് അവിടുത്തെ റിസീവർ. സ്റ്റുഡൻസ് കൊടുക്കുന്ന ആൻസേഴ്സ് ആണ് അവിടുത്തെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഫീഡ്ബാക്ക് നോക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഫീഡ്ബാക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഫീഡ്ബാക്ക് ഇല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും കംപ്ലീറ്റ് ആണെന്ന് പറയാൻ സാധിക്കത്തില്ല. ഫോർ എക്സാമ്പിളായിട്ട്, ടീച്ചർ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു കഴിഞ്ഞു, പക്ഷേ സ്റ്റുഡൻസ് ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ടീച്ചറിന് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കുട്ടികൾക്ക് എത്രമാത്രം മനസ്സിലായി, അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചോ എന്നൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയും ഡൗട്ട്സ് ചോദിക്കുകയൊക്കെ ചെയ്താൽ ടീച്ചർക്ക് കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഫീഡ്ബാക്ക് കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് MCQs നോക്കാം. Question number 1. The term communication is derived from which Latin word? Options: community, communicate, communis, common. Answer: option C, communis. Question number 2. Communication is considered complete when? Options: the message is sent, the receiver gets the message, feedback is received, a channel is selected. Answer: option C, feedback is received. Question number 3. Who's the person that sends the message in the communication process? Options: receiver, channel, sender, feedback. Answer: option C, sender. Question number 4. In a classroom teaching situation, students are the options: sender, receiver, channel, feedback. Answer: option B, receiver. Question number 5. Which element of communication helps to determine whether communication has been successful? Option: sender, message, feedback, channel. Answer: option C, feedback. Question number 6. Communication is primarily the process of options: giving orders, sharing information, ideas, thoughts and feelings, writing messages only, using technology. Answer: option B, sharing information, ideas, thoughts and feelings. Question number 7. Which of the following is not an element of communication? Options: sender, receiver, feedback, examination. Answer: option D, examination. Next question. Which characteristic states that communication involves both sending and receiving messages? Options: continuous process, goal-oriented process, dynamic process, two-way process. Answer: option D, two-way process. Last question. The medium through which a message is transmitted is called. Option: sender, channel, feedback, receiver. Answer: option B, channel. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്മ്യൂണിക്കേഷൻ്റെ ഒറിജിൻ, ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സ്, എലമെൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്സും ബാരിയേഴ്സൊക്കെ നോക്കാം. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്